ബഹ്റൈനിലെ സനദിൽ സ്പോൺസറുടെ പീഡനത്തിനിരയായ കണ്ണൂർ സ്വദേശി ബിജു നാട്ടിലേക്ക് മടങ്ങി. ഇന്ത്യൻ എംബസിയുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. ബഹ്റൈനിലെ സനദിൽ സ്പോൺസറിന്റെ ക്രൂരതയ്ക്കും മർദ്ദനത്തിനും ഇരയായ കണ്ണൂർ സ്വദേശി ബിജുവിന് തന്റെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഗൾഫിലേക്ക് വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. നാട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുക. 2 വർഷം ബഹ്റിൻ എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ബിജുവിന് പരിചയക്കാരനായ ഒരു അറബി 100 ദിനാർ ശമ്പളവും മികച്ച താമസ സൗകര്യവും ഭക്ഷണവും നൽകാമെന്ന വാഗ്ദാനത്തിൽ ഹൗസ് ഡ്രൈവർ വിസ നൽകി. പ്രതീക്ഷയോടെ എത്തിയ ബിജുവിന് താമസിക്കാനായി സ്പോൺസറിന്റെ വർക്ക് സൈറ്റിലെ തുറസായ മുറി നൽകി. പകൽ മുഴുവൻ അതേ സൈറ്റിലെ പണിയും രാത്രിയിൽ അവിടെ കാവൽക്കാരനായും ജോലി ചെയ്തു. ആദ്യത്തെ 2 മാസം 50 ബഹ്റിൻ ദിനാർ ശമ്പളവും പിന്നീട് 3 മാസം 30 ദിനാർ ശമ്പളവും ഒരു നേരം ആഹാരവും നൽകി. തുടർന്ന് ശമ്പളവും ആഹാരവും ഇല്ലാതെ രാപകൽ ജോലി ചെയ്ത ബിജുവിന് അസുഖം പിടിപെട്ട് 9 ദിവസം സൽമാനിയ മെഡിക്കൽ കോളേജിൽ കിടന്നു. 1 മാസം ബെഡ് റെസ്റ്റ് എടുക്കുവാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടും അറബിയുടെ ഭീഷണിയെ തുടർന്ന് ജോലി ചെയ്യേണ്ടി വന്നു. നാട്ടിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകണമെന്നും മർദ്ദിച്ചതായും ഈ ചെറുപ്പക്കാരൻ പറയുന്നു. അപ്പം 500 ദിനാർ തരുവാണെങ്കിൽ പൊക്കോ, ഇല്ലേ മിണ്ടാതെ ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ നിൽക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വന്നവർക്ക് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ബിജുവിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കിയ മാധ്യമപ്രവർത്തകനായ അൻവർ മൊയ്തീൻ എംബസിയുടെയും മറ്റും സഹായത്താൽ ഇയാളെ നാട്ടിലേക്ക് അയക്കാൻ ശ്രമിച്ചു. തനിക്ക് ലഭിച്ച പീഡനങ്ങൾക്കും ലഭിക്കാത്ത ശമ്പളത്തിനുമായി ഒന്നും ചെയ്യാനാകാതെ ബിജു നാട്ടിലേക്ക് തിരിച്ചു. വീണ്ടും എങ്ങനെയെങ്കിലും ഒന്നുകൂടി വരണമെന്ന പ്രതീക്ഷയോടെ. കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ടായിട്ടും ഗൾഫിലേക്ക് എത്തുന്ന മലയാളികൾക്ക് ബിജുവിന്റെ അനുഭവകഥ ഒരു പാഠമാകട്ടെ. ബഹ്റിനിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റൈനിലെ ഗുദാബിയയിലെ റമദ പാലസിൽ നൃത്തസന്ധ്യ അരങ്ങേറി. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ICRF ചെയർമാൻ ജോൺ ഐപ്പ് എന്നിവർ ഭദ്രദീപം കൊളുത്തി. കുമാരി സുചിത്ര ശ്രീകുമാറിന്റെ മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ നടന്നു. കലാമണ്ഡലം, ഗിരിജ മേനോൻ, ശശി മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു.